കോൺഗ്രസിനേക്കാൾ വളരെ പിറകിലാണ്. 238 സീറ്റുകൾ ഇതിനോടകം ഇതുവരെയുള്ള കണക്കനുസരിച്ച് 238 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് തനിയെ ലീഡുള്ളത്. 272 കേവല ഭൂരിപക്ഷത്തിന് വേണ്ട മാജിക് നമ്പർ. NDAയിൽ BJP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള രണ്ട് പാർട്ടികൾ തെലുഗുദേശം പാർട്ടിയും ജനതാദൾ യുണൈറ്റഡുമാണ്. 16 സീറ്റ് TDPക്കും 15 സീറ്റ് JDUവിനും. ഈ രണ്ട് കക്ഷികളും മറ്റ് കക്ഷികളുമായി ബന്ധപ്പെടുന്നുണ്ട്. ശരത് പവാറിനെ നിതീഷ് കുമാർ വിളിച്ചിരിക്കുന്നു, നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചിരിക്കുന്നു. NDA പക്ഷത്തുള്ള 31 ഇന്ത്യ പക്ഷത്തേക്ക് മാറിയാൽ കാര്യങ്ങളൊക്കെ കലങ്ങി മറിയും. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ലീഡ് 13,666. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം ഒന്നുകിൽ ഘടികാരം നിലച്ചു പോകും, അതല്ലെങ്കിൽ സ്ലോ ആകും. പക്ഷെ ഘടികാരം സ്പീഡ് ആവുന്നതാണ് ഇപ്പോൾ ലീഡ് നിലയിൽ കാണുന്നത്. തീർച്ചയായിട്ടും 13,666. തീർച്ചയായിട്ടും നേരത്തെ അഭിലാഷ് പറഞ്ഞ പോയിന്റിനോട് കൂട്ടിച്ചേർത്താൽ കോൺഗ്രസിന്റെ പക്കൽ ഒറ്റയ്ക്ക് 98, 99, 100 ഇപ്പോൾ ടച്ച് ചെയ്തിട്ടില്ല കോൺഗ്രസ്. കോൺഗ്രസ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച നയം സീറ്റുകളുടെ കാര്യത്തിൽ ബീഹാറിലാണെങ്കിലും UPയിലാണെങ്കിലും അത് സർക്കാർ രൂപീകരിക്കുന്ന കാര്യത്തിലും വേണമെങ്കിൽ പുറകിൽ നിന്ന് പിന്തുണ നൽകാം, ഞങ്ങൾ മുന്നിലേക്കില്ല, ഒരു പോയിന്റ് ഒരു കോൺഗ്രസിന് വേണമെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ അല്ല. പക്ഷേ ഷൈജു, ഈ 100 സീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ 99 സീറ്റോ എത്രയാണെങ്കിലും അത്രയും സീറ്റ് നേടി വന്നു കഴിഞ്ഞാൽ അത് അത്രയും സീറ്റ് നേടുന്ന ഒരു കക്ഷിക്ക് രാജ്യത്തെ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന് മാറി നിൽക്കാൻ കഴിയില്ല.